നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. പ്രതീക്ഷയുടെ പ്രതിജ്ഞാവചനം. നവകേരളം മിഴി തുറന്നു. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പുതിയ ഇടതു മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ആർത്തിരമ്പിയെത്തിയ അണികളും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, കലാരംഗങ്ങളിലെ പ്രമുഖരും അഭിവാദ്യമേകിയ ചടങ്ങ് സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും ജനകീയമായ സത്യപ്രതിജ്ഞാ മുഹൂർത്തം. ഗവർണർ ജസ്റ്റിസ് P. സദാശിവത്തിന് മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് മുഖ്യമന്ത്രിക്ക് പുറമെ 18 മന്ത്രിമാർ. പിണറായി വിജയന് തൊട്ടുപിന്നാലെ പ്രതിജ്ഞാവാചകം ചൊല്ലിയത് ഘടകകക്ഷി മന്ത്രിമാരായ E. ചന്ദ്രശേഖരൻ, മാത്യു ടി തോമസ്, AK ശശീന്ദ്രൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ. തുടർന്ന് അക്ഷരമാലാക്രമത്തിൽ മറ്റു മന്ത്രിമാർ. തലസ്ഥാന നഗരത്തെ അക്ഷരാർത്ഥത്തിൽ പുളകം കൊള്ളിച്ച സത്യപ്രതിജ്ഞാവേളയിലേക്ക് VS എത്തിയത് ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് തൊട്ടുമുൻപ്. VSന് നൽകേണ്ട പ്രത്യേക പദവി സംബന്ധിച്ച് പാർട്ടി ദേശീയ നേതാക്കൾ ഡൽഹിക്ക് മടങ്ങും മുൻപ് തീരുമാനമാകും. ആവേശത്തിരയിൽ ആരോഹണം. ആവേശത്തിന്റെ അലകടലായി ഇരമ്പിയ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇടതു സർക്കാരിന് ഹൃദയാഭിവാദ്യമേകി രാഷ്ട്രീയം മറന്നെത്തിയത് ദേശത്തിന്റെ പ്രിയ മുഖങ്ങൾ. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട്, VS അച്യുതാനന്ദൻ എന്നിവർക്കൊപ്പം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, രാജ്യസഭാ ഉപാധ്യക്ഷൻ PJ കുര്യൻ എന്നിവരും UDF പ്രമുഖരും. സാംസ്കാരിക കേരളത്തിന്റെ പ്രതിച്ഛായയായി മാറിയ ചടങ്ങിലെ താരസാന്നിധ്യമായി നടന്മാരായ മമ്മൂട്ടി, ദിലീപ്, KPSC ലളിത, മധു, ഇന്നസെന്റ് MP, സംവിധായകൻ രഞ്ജിത്ത് എന്നിവർ. മതമേലധ്യക്ഷന്മാരും സന്യാസി ശ്രേഷ്ഠരും സന്നിഹിതരായ ചടങ്ങിന് ആവേശാരവങ്ങളുമായി സാക്ഷ്യം വഹിച്ചത് 10,000-കണക്കിന് പാർട്ടി പ്രവർത്തകർ. മഴ മാറി നിന്ന ശുഭാന്തരീക്ഷത്തിൽ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കിയ പടുകൂറ്റൻ പന്തലിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് ജനകീയ സർക്കാർ എന്ന പ്രതീക്ഷ കേരളം നെഞ്ചേറ്റും വിധം പ്രൗഢഗംഭീരം. ഭരണത്തിന്റെ അശ്വരഥം. 10,000-ങ്ങൾ ചെങ്കടലായി ഒഴുകിയ അനന്തപുരിയിൽ പിണറായിക്കൊപ്പം അധികാരമേറ്റത് 18-അംഗ മന്ത്രിസഭ. ആഭ്യന്തരം, വിജിലൻസ്, IT തുടങ്ങിയ സുപ്രധാന വകുപ്പുകൾ മുഖ്യമന്ത്രിക്ക്. തോമസ് ഐസക് ധനകാര്യവും EP ജയരാജൻ വ്യവസായവും കൈകാര്യം ചെയ്യും. TP രാമകൃഷ്ണന് തൊഴിൽ, എക്സൈസ് വകുപ്പുകൾ. G. സുധാകരന് പൊതുമരാമത്തും, AK ബാലന് സാംസ്കാരികവും. വിദ്യാഭ്യാസ വകുപ്പ് C. രവീന്ദ്രനാഥിന്. KT ജലീൽ തദ്ദേശ സ്വയംഭരണ വകുപ്പും AC മൊയ്തീൻ ടൂറിസവും കൈകാര്യം ചെയ്യും. വനിതാ മന്ത്രിമാരായ KK ശൈലജയ്ക്ക് ആരോഗ്യവും, മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് ഫിഷറീസ്, പരമ്പരാഗത വ്യവസായവും. CPIയിലെ E. ചന്ദ്രശേഖരന് റവന്യൂ വകുപ്പും VS സുനിൽകുമാറിന് കൃഷിയും. വനമന്ത്രിയായി K. രാജുവും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയായി P. തിലോത്തമനും അധികാരത്തിൽ. NCPയിൽ നിന്ന് മന്ത്രിസഭയിലെത്തിയ AK ശശീന്ദ്രന് ഗതാഗത വകുപ്പ്. JDSലെ മാത്യു ടി തോമസിന് ജലവിഭവ വകുപ്പും രാമചന്ദ്രൻ കടന്നപ്പള്ളി തുറമുഖ വകുപ്പും. മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം സംബന്ധിച്ച തീരുമാനം രാവിലെ ചേർന്ന LDF യോഗത്തിൽ. ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഇനി ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2,740 രൂപ, പവൻ 21,920 രൂപ, വെള്ളി ഗ്രാമിന് 42 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.